ഇന്ന് നോമ്പുതുറക്ക് ഉണ്ടാക്കിയ ഇടിയപ്പത്തിന്റെ ബാക്കി വന്ന മാവാണ് ഇതേ. അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് ചായക്കുള്ള സ്നാക്കും ഇത് വെച്ച് തന്നെ ഉണ്ടാക്കാന്ന്. പണി എളുപ്പാക്കാലോ. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ച് 2 സവോള, അരിഞ്ഞെടുത്ത് ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റി ഇതൊന്ന് വഴണ്ടി വന്നാൽ 1/2 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി വഴറ്റി ഇതൊന്ന് മൂത്ത് വന്നാൽ വേവിച്ച് വെച്ച ചിക്കനും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല റെഡി. ഇനി കുഴച്ചു വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുത്ത് നടുവിലായി ചിക്കന്റെ ഫില്ലിങ്സും വെച്ച് ഒരു ചെറിയ പീസ് ചീസും വെച്ച് കൊടുത്ത് ഫില്ലിങ്സ് ഒക്കെ അടച്ച് മാവ് ഇതുപോലെ റോൾ ചെയ്ത് ഉരുട്ടിയെടുക്കണം. അങ്ങനെ ഞാനിവിടെ മാവെല്ലാം ഫില്ലിങ്സ് ഒക്കെ വെച്ച് അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ഇത് ഇഡലിച്ചെമ്പിൽ ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ സംഭവം റെഡി. അകത്ത് ഇതുപോലെ ചീസ് എല്ലാം മെൽറ്റായി ചിക്കന്റെ മസാലയും ആ മാവും ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പൊ ഈ റമദാനിൽ ഒരു ദിവസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഇപ്പൊ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.